പാകിസ്ഥാനിലെ പ്രവിശ്യകളായ ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺഖായും ഏത് നിമിഷം വേണമെങ്കിലും സ്വതന്ത്രമാകാൻ പോകുന്ന അവസ്ഥയിലാണ്. പാകിസ്ഥാൻ പട്ടാളത്തിൽപ്പെട്ട 125ഓളം പേരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നൊടുക്കിയത്. ഇതേ തുടർന്ന് അവരുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് പറയുകയാണ്, ഇവർക്ക് എവിടുന്നാണ് ഇത്രത്തോളം ആയുധങ്ങൾ കിട്ടുന്നത്? പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാൻഡിക്യാപ്ഡായി എന്ന് പറഞ്ഞാൽ വികലാംഗ തുല്യമായിട്ട് പാകിസ്ഥാൻ ആർമി മാറുകയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിൽ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. അവർ കൊന്നൊടുക്കി മുന്നേറുന്നു. ഇനി ഇപ്പുറത്തേക്ക് ഖൈബർ പഖ്തൂൺഖ്വാ മേഖലയിലേക്കോ അവർക്ക് പഷ്തൂൺഖ്വാ എന്ന് പറയുന്ന ഒരു മേഖല വേകണം, അല്ലെങ്കിൽ പഷ്തൂൺ ഖാൻ എന്ന് പറയുന്ന സാമ്രാജ്യം വേണം എന്നൊക്കെ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവരെ സഹായിക്കാനായിട്ട് ഈ കുറച്ച് അഫ്ഗാനെ അനുകൂലിക്കുന്ന തീവ്രവാദ ഭീകരവാദ സംഘടനകൾ എന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പുകളോട് വരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഖ്വാജ ആസിഫ്, അതുപോലെ തന്നെ അസിം മുനീർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇവരൊക്കെ തന്നെ രാജ്യം വിട്ട് ഓടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പാകിസ്ഥാൻ ഉടനെ പിളരുമോ? പാകിസ്ഥാൻ പിളരുമോ എന്ന് ചോദിച്ചാൽ പിളർന്നു നിൽക്കുകയാണ്. നമ്മൾ പറയുമ്പം എന്നാൽ പിളർന്നോ, പാകിസ്ഥാൻ അനുവദിച്ചു കൊടുത്തോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അനൗദ്യോഗികമായിട്ട് നമുക്ക് വളരെ ഒരു 6 മാസം മുമ്പേ തന്നെ ഇവിടുന്ന് ലെറ്റർ വന്ന ബലൂചിസ്ഥാനിൽ. പക്ഷെ നമ്മളത് വിദേശാംഗം മേടിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു രാജ്യമാണല്ലോ, നമുക്കിപ്പോൾ അനൗദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത ഒരു രാജ്യം ഞങ്ങൾ സ്വയം രാജ്യമായിട്ട് അംഗീകരിച്ച ലെറ്റർ, അവരുടെ ഔദ്യോഗിക ലെറ്റർ വന്നാൽ നമുക്കത് അംഗീകരിക്കാനോ ഒന്നും പറ്റത്തില്ല. മേടിച്ചു അല്ലെങ്കിൽ വന്നു, ഇല്ല അതവിടെ ഇരുന്നോട്ടെ, അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായമൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് ഇതിനകത്ത് പാകിസ്ഥാനകത്ത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇപ്പോൾ പിളർത്തിയാൽ ഒരു 5ആയിട്ടെങ്കിലും പിളർന്നു പോകുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഖൈബർ പഖ്തൂൺ മേഖലയുടെ കാര്യം പറഞ്ഞു, അവിടെ തെഹരീകെ താലിബാൻ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ നിന്നല്ല പാകിസ്ഥാൻ്റെ ഭരണവന്മാർക്ക് വേണമെന്നാണ്. ഈ അഫ്ഗാൻ അവരുടെ ഉദ്ദേശം അവർ പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരിക്കുന്ന നമ്മളാണ്, അത് നമുക്ക് വേണം. ഈ ഖൈബർ പഖ്തൂൺ മേഖലയല്ല, ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭൂപ്രകൃതിയുടെ 40% അവരുടെ ഇല്ല. മാത്രവുമല്ല പാകിസ്ഥാനെ ഭക്ഷണം കഴിക്കുന്നത് ഈ പ്രദേശത്തു നിന്നുള്ള ഇവരെ ചൂഷണം ചെയ്ത, എന്നിട്ട് ഈ മേഖലയിലുള്ളവർക്ക് നമ്മൾ പറയത്തില്ലേ, ഒന്നാം തരം രണ്ടാം തരക്കാരനും ഒന്നാം തരക്കാരനും, ആ രീതിയിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരെ വളരെ കൃത്യമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ഇറാനുമായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നൊക്കെ സ്ഥാപിച്ച് അതിനകത്തൊരു ഇതുകൊണ്ടെന്ന് തോന്നുന്നു. ഷിയ സുന്നി അല്ലേ, ഷിയ മുസ്ലിങ്ങളാണ് അവിടെ കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരോട് അതൃപ്തിയുണ്ട്. അപ്പോൾ അതായത് അവരെ മനുഷ്യക്കടത്തിന്, അതായത് അവയവ കച്ചവടത്തിന് പോലും പാകിസ്ഥാൻ ഈ പ്രദേശത്തുള്ള പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും ചൈനയിലേക്ക് കടത്തി വിട്ടിരുന്നു, അല്ലെങ്കിൽ പിടിച്ചു കൊടുത്തിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവർക്ക് നല്ല ബലമാണ്, നല്ല തടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഒരു രക്ഷയില്ല കേട്ടോ, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നിവർത്തിയില്ല, എന്ത് ചെയ്യാനാ? 20 ലക്ഷം രൂപയുടെ തോക്കും ഒക്കെ അവന്മാരുടെ കയ്യിലിരിക്കുന്നു. കോട്ടിന് ഏതാണ്ട് 18 ലക്ഷം രൂപയൊക്കെ ഒരു എവിടുന്ന് കിട്ടുന്നു എന്നറിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പേരിൽ ആരോണം നമ്മളൊന്നും പറയുന്നില്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട് സീനു. ഇന്ത്യയാണെന്നും പറയുന്നു. ഇന്ത്യക്കപ്പുറം ഇസ്രായേൽ ഇവരെ സഹായിക്കുന്നു എന്നുള്ളൊരു റൂമർ ഇപ്പം വരുന്നുണ്ട്. കാരണം ഇസ്രായേലിന് പാകിസ്ഥാനകത്ത് ഒരു കൃത്യമായ, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇസ്രായേലിന് എപ്പോഴും നോട്ടമുണ്ട്. കാരണം ഇറാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കെന്ന് പറയുന്നത് പോലെ ഈ പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശത്രു. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരാളുണ്ടെങ്കിൽ അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിന് ഇസ്രായേൽ നിൽക്കും. ഇസ്രായേൽ ഉണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ട്. കാരണം ഇതിനൊരു കഥയുണ്ട് ഇതിൻ്റെ പുറകിൽ. നമ്മുടെ അജിത് ഡോവൽ ഉണ്ടല്ലോ, അദ്ദേഹം 2014 അല്ലെങ്കിൽ മോദി അദ്ദേഹത്തിന് ശേഷം ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പിള്ളേരുമായിട്ടൊരു സംവാദത്തിൽ കാര്യം നടത്തും, ഈ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. അന്ന് അദ്ദേഹത്തിൻ്റെ ചോദിച്ചു പാകിസ്ഥാനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പുള്ളി അന്ന് ആ സംവാദത്തിൽ പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പറഞ്ഞത് നമ്മൾ പുറമേ ഉള്ള യുദ്ധം പ്രായോഗികമല്ല. ഒരു രാജ്യം ഛിന്ന ഭിന്നമാകണമെങ്കിൽ ആ രാജ്യത്തിനകത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തണം. അതായത് അത് എന്താണ് നമ്മുടെ രാജ്യത്തിനകത്ത് പാകിസ്ഥാനും നമ്മുടെ ശത്രുക്കളും കാശ്മീർ ഉൾപ്പെടെ ഉള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്നതിന് നമ്മുടെ ആൾക്കാരെ പല മാനസികാവസ്ഥ, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ്. ഇത് അവിടെ ചെയ്താൽ മതി, നശിച്ചു. എന്താണെങ്കിലും അതുവരെ ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന ആർമി അറിയാമല്ലോ, ഭയങ്കര പ്രശ്നമായിരുന്നു. അവർക്കൊരു ശക്തിയുമില്ലായിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. 48 മുതൽ അവർക്ക് സ്വതന്ത്രമായിട്ട് വേണം എന്ന് പറയുന്നിടത്ത് നിന്നും അവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ചാവേറുകളാവുന്നു. ചൈന അവിടെ ഉണ്ടാക്കിയ പോർട്ടിൽ കയറാൻ പറ്റുന്നില്ല, ചൈന ഉണ്ടാക്കിയ വിമാനത്താവളം നിർത്തിയിട്ട് പോകേണ്ടി വരുന്നു. അതായത് അവരുടെ സ്വതന്ത്ര പരമാധികാരത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും
അവിടുന്ന് ഓടിക്കുന്നു. ചൈനയ്ക്കൊന്നും അവിടെ കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവിടെയൊക്കെ കയറ്റാനാണ് ഈ ട്രംപ് നോക്കിയത്. റെയർ മെറ്റീരിയൽസ് ചൈനയ്ക്ക് പറ്റുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്തു. റെയർ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ വരുമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞില്ലേ ബെലൂചിസ്ഥാൻ. അമേരിക്കയല്ല ആരും ഇവിടെ കയറിയാലും ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ രക്ഷകൻ പ്രത്യക്ഷത്തിൽ ആരാന്ന്, ആരെയും രക്ഷപ്പെടുത്തുക അല്ലാതെ ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ആരാ? അഫ്ഗാനിസ്ഥാൻ ആ പെട്രോളിംഗ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇതിൻ്റെയൊക്കെ പിറകിൽ നമ്മൾ നോക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം ശരിയാണെന്നോ ഇല്ലയോ, ഒരു ബലമുണ്ട്, ശക്തമായ ബലമാണ്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സിന്ധുവിന് ശേഷമാണ് കൊറ്റ പിടിച്ചെടുക്കുന്നത്. കൊറ്റ പിടിച്ചെടുക്കി അവിടെ ഓഫീസുകളും അല്ലെങ്കിൽ കൊടികളും ഒക്കെ മിക്കവാറുള്ളതെല്ലാം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം കൂടുതൽ പ്രദേശത്തിലേക്ക് അവർ പോവുകയാണ്, പിടിക്കുകയാണ്. ഏതായാലും അവർ നിൽക്കുന്ന പ്രദേശത്തോട്ട് കടന്നു കയറാൻ പറ്റുന്നില്ല. അവിടെ കടന്നു കയറണമെങ്കിൽ ഇപ്പോൾ ഉള്ള പട്ടാളത്തിൻ്റെ 60% അവിടേക്ക് വിനിയോഗിക്കേണ്ടി വരുമെന്നാണ് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടുന്നത്. അവരെയൊക്കെ 60% പട്ടാളം പോയാൽ പിന്നെ അതിർത്തി കാക്കുന്ന നേരം ബാക്കിയുള്ള സംവിധാനത്തിനാരാ? അതായത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമാകിയിരിക്കുന്നു. അല്ലാതെ സ്വതന്ത്രമാക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ്റെ മൊത്തം ഫോഴ്സിനെ അവിടേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. അവിടേക്ക് കേന്ദ്രീകരിച്ചാൽ മറ്റു പല മേഖലയിലും ഇതുപോലെ പാകിസ്ഥാൻ പട്ടാളമില്ലാതെ വരികയും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ TTP സിന്ധൂർ മേഖലയിൽ എന്തോ എല്ലായിടത്തും പ്രശ്നം. അപ്പം ഏതാണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ്. BLA ബലൂചിസ്ഥാൻ പിടിച്ചടക്കി, പാകിസ്ഥാൻ പിളർന്നു. TTPയും അതേ ലൈനിൽ തന്നെയാണ് സിനു പറഞ്ഞ പോലെ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, പൊതുവെ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള സ്വാധീനമുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കും. അത് അജിത് ഡോവൽ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തന്നെ ജമ്മു കാശ്മീരിൽ ഈ നുഴഞ്ഞുകയറ്റ പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനവും നടത്തി നമുക്കകത്ത് നമുക്കെതിരായിട്ടുള്ള ഒരാൾക്കൂട്ടത്തെ നിർമ്മിക്കുന്നതിൽ പാകിസ്ഥാൻ നടത്തിയ പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ ഒക്കെ തുടർച്ചകളായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണവും പാകിസ്ഥാൻ്റെ ദുർബലപ്പെടുത്തലും നടന്നത്. അതിനുശേഷം പിന്നീടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്നത് കഠിനമായി നമുക്കെതിരെ പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാലോ, ഈ ഷിയ സുന്നി എന്നൊക്കെ പറയുന്ന വിഭജനം അവിടെ നിലനിൽക്കുന്ന സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് സ്വാഭാവികമായിട്ട് ഇന്ത്യ ആലോചിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള രാഷ്ട്രങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇസ്രയേലിനൊക്കെ നമ്മളുടേതല്ലാത്ത ചില താല്പര്യങ്ങൾ ഈ പാകിസ്ഥാനെ തകർക്കുന്ന കാര്യത്തിലുണ്ടാവും. കാരണം അവർ അവിടെ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ, തുർക്കിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു നാറ്റോ സഖ്യം പോലെ രൂപപ്പെടുന്ന കാര്യം നമുക്കറിയാമല്ലോ. അതൊക്കെ അവസാനം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറി. അപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ അതിനെയൊക്കെ ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുക. പാകിസ്ഥാന് ഒരു കിരീടമുണ്ട് അറബ് ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത്. എന്താ? അണ്വായുധമുള്ള ഏക രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രം. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർക്കെതിരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബലൂചിസ്ഥാൻ, നമ്മളിവിടെ എന്താണ് പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദമൊക്കെ ഉയർന്ന് നമ്മളതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അങ്ങനെ അടിച്ചമർത്താനായിട്ട് ഈ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് കീഴടക്കാൻ പറ്റാത്തത് നേരത്തെ പറഞ്ഞവരെ ഒരു 60% ഫോഴ്സിനെ അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമാണ് അതിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. അത് പക്ഷേ അവരിപ്പോൾ നോക്കുന്ന സമയത്ത് ബുദ്ധിപൂർവമല്ല. കാരണം പല മേഖലകളിലും പ്രശ്നങ്ങളാണ്. പിന്നെ അഫ്ഗാനിസ്ഥാനെ വളർത്തുകയും സഹായിക്കുകയും ഭീകരപ്രവർത്തനത്തിൽ മുന്നണിയിൽ നിർത്തുകയൊക്കെ ചെയ്തത് പാകിസ്ഥാൻ തന്നെയാണ്. നമുക്കെതിരായിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് പോയി കാലം കിടന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതെ, അങ്ങനെയാണ് സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ അഫ്ഗാനിസ്ഥാൻകാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത്, ബലൂചിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റു വശത്ത്. ബലൂചിസ്ഥാൻ തന്നെ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും അവിടുത്തെ റിസോഴ്സസ് അടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ അപ്പോൾ വളരെ സങ്കീർണമാണ് വിഷയങ്ങൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ. അത് പൊട്ടിത്തെറിയിൽ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയിൽ എന്താണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സൂയിസൈഡൽ ഗ്യാങ്ങുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ 2 എന്താണ് സുന്ദരികളായിട്ടുള്ള യുവതികൾ അതിൽ പ്രമുഖമായിട്ടുള്ള പങ്കുവഹിച്ചതിനെ കുറിച്ചുള്ള വാർത്ത വലിയ തോതിൽ ലോകത്ത് പ്രചരിച്ചതാണ്. എന്നുവെച്ചാൽ അത് ഒരു ഭ്രാന്തിൻ്റെ തലങ്ങളിലേക്ക്
മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് ഈ സൂയിസൈഡ് ഗ്യാങ് എന്ന് പറയുന്ന സാധനം. അവർ വെറുതെ ചുമ്മാ ആയുധമൊക്കെ കെട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച് അവർ ചത്തുപോകുന്നു. ഒപ്പം ആ പരിസരത്തുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെ നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ മാറുന്ന വളരെ ഭീകരമായ, മനുഷ്യൻ ആലോചിക്കാൻ പറ്റാത്ത തരത്തിൽ മാറിയ മാനസികാവസ്ഥയുമുള്ള മനുഷ്യരുടെ ഒരു കേന്ദ്രമായിട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ശരി, ഡേഞ്ചറസ്, വളരെ അപകടകരമാണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ അതിന് മുഴുവൻ നമ്മളുടെ പേരിലാണ് കുറ്റം ചാരുന്നത് എന്നുള്ളത് അത് അതിൻ്റെ വേറൊരു രാഷ്ട്രീയ നിലയാണ് അത് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഈ ട്രംപിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ അസിം മുനീർ പാകിസ്ഥാനിലേക്ക് പോകുന്നു, അതുപോലെ ഷഹബാസ് ഷെരീഫ് പോകുന്നു. ഇവിടുത്തെ ഒരു പെട്ടി കൊണ്ട് ചെന്നിട്ട് ഞങ്ങളുടെ ഈ പറയുന്ന ബലൂജ് മേഖലയിൽ റെയർ എർത്തിൻ്റെ വലിയ ശേഖരമുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കുഴിച്ചെടുക്കാമെന്ന് പറയുന്നു. ചൈനക്കാരെ അവിടെ നിന്ന് ഓടിക്കുക, കാരണം ചൈനയാണ് ഈ ഗ്വാദർ തുറമുഖത്തൊക്കെ വലിയ നിക്ഷേപമൊക്കെ നടത്തിയത്, അവരെ ഓടിക്കാന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ അമേരിക്ക കൂടെ നിൽക്കുമെന്ന് അസിം മുനീറും ഈ ഷഹബാസ് ഷെരീഫും കരുതി. അപ്പോൾ പാകിസ്ഥാൻ ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യയുമായിട്ട് ട്രംപിൻ്റെ നിലപാട് വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയെ മോദിയെ ഒക്കെ പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട് എന്ന് വീണ്ടും വിളിക്കുന്നു. മാത്രമല്ല താരിഫ് ഏതാണ്ട് 500% വരെ ഉയർത്തുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ 18% കുറയ്ക്കുന്നു. ഇന്ത്യയുമായിട്ട് പുതിയ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന അമേരിക്ക ഇനി എങ്ങനെയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത്? അപ്പോൾ ആ ജനത മുഴുവൻ പറയുന്ന ഇത്രയും നാൾ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ, അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയൊക്കെ അമേരിക്ക പട്ടിയെ പോലെ ഇട്ട് കളിപ്പിക്കുകയായിരുന്നു. ഈ ഭരണാധികാരികളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? പാക് ഭരണകൂടം അയച്ച സൈനികരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നൊടുക്കുന്നു. ഇപ്പുറത്ത് പക്തൂൺ മേഖലയിലേക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ കടന്നു കയറി അവർക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 5 or 6 പ്രവിശ്യകളായിട്ട് പാകിസ്ഥാൻ വിഭജിച്ചു പോകുന്നതിനെ തടയാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നല്ല ബന്ധം തുടരുകയാണെന്നൊക്കെ ജനങ്ങൾ തന്നെ ആരോപിക്കുന്നു. ഇതിനെ ന്യായീകരിക്കാൻ ഒരുപക്ഷെ പാകിസ്ഥാന് കഴിയുന്നില്ല. കാരണം ഇമ്രാൻഖാൻ്റെ പാർട്ടിയും ഏതാണ്ട് ഇതിന് സമാനമായ നിലപാടെടുക്കുന്നു. ഇനി പാകിസ്ഥാൻ എങ്ങനെയാണ് നിലനിൽപ്പുണ്ടാവുക? പാകിസ്ഥാൻ നിലനിൽപ്പില്ലല്ലോ. ഇനി എങ്ങനെയാണ് നിലനിൽപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നിലനിൽപ്പില്ല. നിലനിൽപ്പിന് വേണ്ടി പല രാജ്യങ്ങളെയും സ്വന്തം രാജ്യം, അതായത് ഒരു വേശ്യയുടെ പണി ആണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾ, അതാണല്ലോ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞത്, എങ്ങനെ ഭിക്ഷയെടുത്ത് ഇത്ര നാൾ കഴിയും? എങ്ങനെ? ഇപ്പം തന്നെ അമേരിക്ക അവിടെ പട്ടാളം നിൽക്കുക, അമേരിക്കയുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കുക, എന്നിട്ട് അതിനകത്തുനിന്ന് മേടിക്കുക. കാലങ്ങളായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും അവസാനം നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിനല്ല, അതിനുശേഷം നമ്മുടെ ഈ നദീജല കരാറിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? പാകിസ്ഥാൻ തീർന്നു. പാകിസ്ഥാൻ ഏതാണ്ട് 1 മാസം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ വെള്ളമില്ലാതാവുക. വെള്ളമില്ലാതാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ തടഞ്ഞപ്പോൾ തന്നെ കടൽ വെള്ളം കയറി കൃഷി മൊത്തവും നശിച്ച് ആ പ്രദേശത്തുനിന്ന് ആൾക്കാർ പലായനം ചെയ്തു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അവരിതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാനകത്തും പ്രശ്നം, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യ സിന്ധുവിന് ശേഷം എടുത്ത നിലപാടുകളും ഉരുത്തിരിയുന്നു എന്നുള്ളതാണ്. അത് കൃഷിയായിരുന്നു അവരുടെ GDPയുടെ ഏക ആശ്രയം. ഇപ്പം സിന്ദൂർ അതിൻ്റെ ഒരു മേഖല, സിന്ധു മേഖല എന്ന് പറയുന്ന മേഖല ഉണ്ടായിരുന്നല്ലോ, സിന്ദൂരിലെ സിന്ധു. അവിടത്തേക്കായി വെള്ളം നമ്മൾ നിർത്തിയേക്കുന്നത്. അവിടുത്തെ കൃഷിയിടങ്ങൾ നശിച്ചു. അവിടെ കൃഷി ചെയ്തിട്ട് അവരാ കൃഷി സാധനങ്ങൾ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടിരുന്നത് പോയത്. അതിൻ്റെ കാര്യം കൂടെ പോയി. അതായത് അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ ഈ നമ്മുടെ ഭരണകർത്താക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സിനിമ അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ പറയുന്ന കണക്കല്ല.